KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ വെണ്ണക്കോട്. പ്രധാന വാർത്തകൾ. കൽക്കരിപ്പാടം അഴിമതി CBI കേസെടുത്തു. എമർജിംഗ് കേരളയിലെ വിവാദ പദ്ധതികൾ ഒഴിവാക്കും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സർക്കാർ സർവീസിൽ സ്ഥാനക്കയറ്റത്തിന് സംവരണം. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷണം തുടരാൻ പ്രത്യേക അന്വേഷണ സംഘം. TP വധക്കേസ് CBI അന്വേഷണം വേണം RMP. വാർത്തകൾ വിശദമായി. കൽക്കരിപ്പാടം അഴിമതിയിൽ CBI കേസെടുത്തു. അനധികൃതമായി ലൈസൻസ് നേടിയ 5 കമ്പനികളെയും കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെയും പ്രതി ചേർത്താണ് കേസെടുത്തത്. ഇതിന്റെ തുടർച്ചയായി 6 സംസ്ഥാനങ്ങളിലെ 30 കേന്ദ്രങ്ങളിൽ CBI റെയ്ഡ് നടത്തുകയാണ്. അതേസമയം ഖനനം തുടങ്ങാത്ത 80% സ്വകാര്യ കമ്പനികളുടെയും ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ ഈ ആഴ്ച തയ്യാറാകും. ജൂണിൽ ആരംഭിച്ച പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CBI കൽക്കരിപ്പാടം ക്രമക്കേടിൽ ആദ്യത്തെ കേസെടുത്തത്. SC/ST വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ സ്ഥാനക്കയറ്റത്തിന് സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. ഇതിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. അതേസമയം തുടർച്ചയായ 10ാം ദിവസവും കൽക്കരിപ്പാടം അഴിമതിയിൽ പാർലമെന്റ് സ്തംഭിച്ചു. BJPയുടെ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്കും രാജ്യസഭ 2 മണിവരെയും നിർത്തിവച്ചു. കേരളത്തിന്റെ താൽപര്യത്തിനെതിരായ ഒരു പദ്ധതിയും എമർജിംഗ് കേരള വഴി നടപ്പാക്കില്ലെന്ന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിവാദ പദ്ധതി നിർദ്ദേശങ്ങൾ ഒഴിവാക്കും. UDF MLA-മാരുടെ വിമർശനം ക്രിയാത്മകമാണ്. പ്രതിപക്ഷവുമായും പരിസ്ഥിതിവാദികളുമായും ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എമർജിംഗ് കേരളയെ വേണ്ട, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ക്യാമ്പയിനേ വേണ്ട, ഇതൊക്കെ വെറുതെയാണ്, ഇതൊന്നും ചെയ്യേണ്ടത് നിങ്ങളല്ല എന്നുള്ള തരത്തിലുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കുന്നതിനോട് മാത്രമേ ഞങ്ങൾക്ക് എതിർപ്പുള്ളൂ. വികസന രംഗത്ത് കേരളത്തിലെ സാധ്യത ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് എമർജിംഗ് കേരളയുടെ ലക്ഷ്യം. IT, ടൂറിസം എന്നീ രംഗങ്ങളുടെ വികസനവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കലുമാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിന്റെ പേരിൽ നാടിനെ നശിപ്പിക്കാനോ ആർക്കെങ്കിലും അനർഹമായ ലാഭം ഉണ്ടാക്കാൻ കൂട്ടുനിൽക്കാനോ കഴിയില്ല, വ്യവസായ മന്ത്രി വ്യക്തമാക്കി. വന്നിട്ട് ലാഭം കൊള്ളടിച്ച് കൊണ്ടുപോവുക, നമുക്ക് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. മൊഗോളിയ റയൻസ് ഒരു സമയത്ത് ₹1 മുള കൊടുത്ത പോലെ കൊടുക്കാൻ പറ്റുന്ന കാലമല്ല ഇത്. അപ്പോൾ അതിന്റെ ആവശ്യമില്ല. UDF MLA-മാർ എമർജിംഗ് കേരളക്ക് പൂർണ്ണമായി എതിരല്ല, എന്നാൽ അവർ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ ഉൾക്കൊള്ളും. ഒരു രാജ്യ താൽപര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് അവർ വർത്തമാനം പറയുന്നത്. അതിൽ നിന്ന് ഏതാനും പ്രോജക്ട് പോയാൽ ഞങ്ങൾക്ക് എന്താ? കരിമണൽ ഖനനത്തിന് കേരളം പാകമായിട്ടില്ല. അതുകൊണ്ട് തന്നെ കരിമണലുമായി ബന്ധപ്പെട്ട പദ്ധതി നിർദ്ദേശങ്ങൾ ഇപ്പോൾ പരിഗണിക്കുന്നില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രതിപക്ഷവുമായും പരിസ്ഥിതി പ്രവർത്തകരുമായും ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യവസായ മന്ത്രി വ്യക്തമാക്കി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിശദമായ അന്വേഷണം തുടരാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചു. ഗൂഢാലോചനയിൽ CPM-ലെ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്ന് അന്വേഷിക്കും. കോഴിക്കോട് ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലാണ് ഈ തീരുമാനം. TP ചന്ദ്രശേഖരനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ആരെങ്കിലും ഇനി പുറത്തുണ്ടോ? TPയെ വധിക്കാനുള്ള പദ്ധതി മുൻകൂട്ടി അറിഞ്ഞിരുന്നവർ ഇനിയുമുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് അന്വേഷണ സംഘത്തിന്റെ ഇനി മുന്നോട്ടുള്ള പോക്ക്.
2009 TP വധിക്കാൻ ശ്രമിച്ചതിന് ചോമ്പാല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം വിപുലമാക്കും. അന്ന് TP വധിക്കാൻ ക്രിമിനലുകൾ എത്തിയ ജീപ്പ് കണ്ടെത്തണം. ചോമ്പാല കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടതായാണ് വിവരം. വരും ദിവസങ്ങളിൽ ഈ കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകും. നിലവിൽ തയ്യാറാക്കിയ ചോമ്പാല കുറ്റപത്രത്തിൽ ചില മാറ്റങ്ങൾ വരുത്താനും നിർദ്ദേശിച്ചു. കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും വൈകും. ADGP വിൻസൻ എം പോൾ, AIG അനൂപ് കുരുവിള ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു യോഗം. 3 ഡിവൈഎസ്പിമാരും യോഗത്തിനെത്തി. ചർച്ചകൾ 2 മണിക്കൂർ നീണ്ടു. തുടരന്വേഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ADGPയുടെ പ്രതികരണം ഇങ്ങനെ: കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്ന് പണ്ട് എനിക്ക് ഹൈക്കോടതി ഓർഡർ ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ മിണ്ടത്തില്ല. അതേസമയം കുറ്റപത്രം സമർപ്പിച്ചതോടെ അന്വേഷണം അവസാനിപ്പിച്ചെന്ന മട്ടിലുള്ള പ്രചാരണങ്ങൾ RMPയിൽ അതൃപ്തി സൃഷ്ടിച്ചു. CPMലെ ഉന്നതരുടെ പങ്ക് വെളിച്ചത്തുവരാൻ CBI അന്വേഷണം ആവശ്യപ്പെടണമെന്ന അഭിപ്രായവും ശക്തമാണ്. കേസന്വേഷണത്തിൽ പ്രത്യേക സംഘം കാട്ടിയ സത്യസന്ധത തള്ളിപ്പറയാൻ RMP തയ്യാറുമല്ല. തുടരന്വേഷണത്തിന്റെ ഗതി വിലയിരുത്തിയ ശേഷം RMP നിലപാട് പ്രഖ്യാപിക്കും. TP ചന്ദ്രശേഖരൻ വധത്തിന്റെ ഉന്നത ഗൂഢാലോചന തെളിയിക്കാൻ CBI അന്വേഷണം വേണമെന്ന് സർക്കാരിനോട് RMP ആവശ്യപ്പെട്ടു. CPMന്റെ ഉന്നത നേതൃത്വം ആലോചിച്ച് നടപ്പാക്കിയതാണ് TP വധമെന്ന് RMP നേതാക്കൾ കോഴിക്കോട് ആരോപിച്ചു. എല്ലാം മാനിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ഗൂഢാലോചനയുടെ തുടരന്വേഷണം CBI ഏറ്റെടുക്കണമെന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്നു. TP വധക്കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണം തൃപ്തികരമാണ്. സർക്കാരും ഉദ്യോഗസ്ഥരും കേസന്വേഷണത്തിൽ ആത്മാർത്ഥത കാട്ടി. പക്ഷേ തുടരന്വേഷണം ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയാകും. കേസന്വേഷിച്ച ഉദ്യോഗസ്ഥരെ പട്ടിക തയ്യാറാക്കി ഭീഷണിപ്പെടുത്തുകയാണ്. ഭരണം മാറി മാറി വരുന്ന സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥർക്ക് ഇനിയുള്ള അന്വേഷണം പ്രയാസമാകും. ഈ സാഹചര്യം മനസ്സിലാക്കി CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണം. വധഗൂഢാലോചന വിശദമായി അന്വേഷിക്കണം. CPMന്റെ ഉന്നത നേതാക്കളുടെ അറിവോടെയാണ് TPയെ വെട്ടിവീഴ്ത്തിയതെന്ന് RMP നേതാക്കൾ ആരോപിച്ചു. വധഗൂഢാലോചനയിൽ പങ്കുള്ള CPM ഉന്നതരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാൻ CBIക്ക് കഴിയുമെന്ന് TPയുടെ ഭാര്യ K. രമ പറഞ്ഞു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗവും മുൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ പ്രൊഫസർ അബ്ദുൽ ഹമീദിനെ കോഴിക്കോട് മംഗലാപുരം ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളുടെ കോഓർഡിനേറ്ററായി നിയമിച്ചുകൊണ്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഉത്തരവിറക്കി. ഹാജിമാരുടെ യാത്ര, മടക്കയാത്ര, ഹജ്ജ് ക്യാമ്പിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച് കോഓർഡിനേറ്റർ അപ്പോൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകും. സർക്കാർ ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഇന്ത്യയിൽ ഹജ്ജിന് അപേക്ഷിച്ചവരിൽ നിന്ന് 10,000 പേരെ ഗ്രീൻ കാറ്റഗറിയിൽ നിന്ന് അസീസിയ കാറ്റഗറിയിലേക്ക് മാറ്റി. ഇതിൽ കേരളത്തിൽ നിന്ന് 900 പേർക്ക് മാറ്റമുണ്ടായി. 60,000 പേർക്ക് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഗ്രീൻ കാറ്റഗറിയിൽ അവസരം ലഭിക്കുക. എന്നാൽ അനുവദിച്ചതിൽ കൂടുതൽ അപേക്ഷകരുണ്ടായതോടെ ഗ്രീൻ കാറ്റഗറിയിൽ നിന്നും ഒഴിവാക്കാനുള്ളവരെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തുകയായിരുന്നു. കേരളത്തിൽ നിന്ന് 6,000 പേർ ഗ്രീൻ കാറ്റഗറിയിൽ നിന്ന് സ്വയം പിന്മാറിയതോടെ മറ്റുള്ളവരെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തി. ഗ്രീൻ കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് ഹജ്ജ് കമ്മിറ്റി രേഖാമൂലം അറിയിപ്പ് നൽകും. അസീസിയ കാറ്റഗറിയിലെ തുകക്ക് പുറമെയുള്ള സംഖ്യ ഹജ്ജ് യാത്രയ്ക്ക് മുമ്പ് തന്നെ ഇവർക്ക് കൈമാറും. ഗ്രീൻ കാറ്റഗറിയിലുള്ള ഹാജിമാർ 1,61,850 രൂപയും അസീസിയ കാറ്റഗറിയിലുള്ളവർ 1,33,200 രൂപയുമാണ് ഹജ്ജ് കമ്മിറ്റിയിൽ അടച്ചിരിക്കുന്നത്. ഹോട്ടലിൽ സഹോദരന്മാർ തമ്മിലുള്ള സ്വത്ത് തർക്കം ഒത്തുതീർക്കാനുള്ള ചർച്ചയ്ക്കിടെ അനുജൻ വെടിയേറ്റു മരിച്ചു. കൊടുങ്ങല്ലൂരിലെ ഹോട്ടലിലായിരുന്നു സംഭവം. ഏറിയാട് പൊന്നയ്ക്കാപ്പറമ്പിൽ TK ബാബുവാണ് മരിച്ചത്. സഹോദരൻ രഘുനാഥിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലട റെസിഡൻസി ഹോട്ടലിന്റെ 108-ാം മുറിയിൽ ഇന്നലെ വൈകിട്ട് 6:30-യോടെയാണ് സംഭവം. കുടുംബസ്വത്തിനെ ചൊല്ലി ബാബുവും സഹോദരന്മാരും തമ്മിൽ ഏറെ നാളായി തർക്കം നിലനിന്നിരുന്നു. ഇത് പരിഹരിക്കുന്നതിനായാണ് ഏറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് EB രമേശിന്റെ സാന്നിധ്യത്തിൽ ചർച്ച വെച്ചത്. ഉച്ചയ്ക്കു ശേഷമാണ് ഇവർ ഹോട്ടലിൽ മുറിയെടുത്തത്. ചർച്ചയ്ക്കിടെ തർക്കം മൂത്ത് രണ്ടാമത്തെ സഹോദരനായ രഘുനാഥ് കയ്യിലൊളിപ്പിച്ചിരുന്ന തോക്കെടുത്ത് ഇളയ സഹോദരൻ ബാബുവിനെ വെടിവെക്കുകയായിരുന്നു. മൂത്ത സഹോദരൻ കാർത്തികേയനെ വെടിവെക്കാനായി ശ്രമിച്ചെങ്കിലും ഇയാൾ മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. വെടിവെച്ചതിനു ശേഷം രഘുനാഥും പുറത്തേക്കോടി. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹോട്ടലുടമയെ വിളിച്ച് ആംബുലൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. സംശയം തോന്നിയ ഹോട്ടലുടമ മുറിയിലെത്തിയപ്പോഴാണ് ബാബു വെടിയേറ്റ് കിടക്കുന്നത് കണ്ടത്. കൊടുങ്ങല്ലൂർ
CI VS നവാസിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി ബാബുവിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ചന്തപുരയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തുനിന്ന് രഘുനാഥിനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച കാറിന്റെ ഡ്രൈവർ ഫൈസലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂരിലെ 60 സെന്റ് സ്ഥലം സംബന്ധിച്ച തർക്കമാണ് കൊലയിൽ കലാശിച്ചത്. വിവാഹ തട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ചെന്നൈയിൽ അറസ്റ്റിലായ മലയാളി യുവതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയെ സമീപിക്കുന്നു. പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശിനി ഷഹനാസ് ഇസ്മായിലിനെതിരെ 10ഓളം യുവാക്കളാണ് പരാതി നൽകിയത്. ഷഹനാസിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കെ ആദ്യ വിവാഹം കഴിച്ച പത്തനംതിട്ട കലഞ്ഞൂർ പുത്തൻവീട്ടിൽ ഷഹനാസ് ഇസ്മായിൽ വിവാഹത്തെ തട്ടിപ്പിനുള്ള ഉപകരണമായി മാറ്റിയെടുക്കുകയായിരുന്നു. ആദ്യ വിവാഹത്തിൽ ഒരു കുട്ടിയുള്ള ഷഹനാസ് പിന്നീട് വിവാഹബന്ധം വേർപെടുത്തി മുഴുവൻ സമയ വിവാഹ തട്ടിപ്പിലേക്ക് നീങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കഴിഞ്ഞ 24-ന് ഷഹനാസിന്റെ തട്ടിപ്പിനിരയായ ഒരു യുവാവ് നൽകിയ പരാതിയുടെ അന്വേഷണമാണ് പ്രതിയുടെ വർഷങ്ങൾ പഴക്കമുള്ള തട്ടിപ്പുകളുടെ ചുരുൾ നിവർത്തിയത്. ചെന്നൈ വെപ്പേരിയിലുള്ള സൂപ്പർ മാർക്കറ്റിൽ ജോലി തേടിയെത്തി കടയുടമയുമായി അടുത്തുകൂടിയ ശേഷം 1 ലക്ഷം രൂപയുമായി മുങ്ങി. 2007-ൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന തിരുച്ചിറപ്പള്ളി സ്വദേശിയായ യുവാവിനെ വിവാഹം ചെയ്ത് 6 മാസം ഒരുമിച്ച് താമസിച്ച ശേഷം സ്വർണ്ണാഭരണങ്ങളും പണവുമായി കടന്നു. ചെന്നൈയിൽ തിരിച്ചെത്തിയ ശേഷം വനിതാ ഹോസ്റ്റലുകളിൽ മാറി മാറി താമസിച്ച പുതിയ ചെറുപ്പക്കാരെ വിവാഹം കഴിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും തട്ടിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. ആത്മാർത്ഥമായ സ്നേഹം നടിച്ചാണ് ചെറുപ്പക്കാരെ ഷഹനാസ് എളുപ്പത്തിൽ വലയിലാക്കിക്കൊണ്ടിരുന്നത്. പരാതിക്കാരനായ മണികണ്ഠൻ എന്ന അന്യമതസ്ഥനായ യുവാവിനെ വിവാഹം കഴിച്ച് 2 ആഴ്ച കഴിയും മുമ്പാണ് 2 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളുമായി കഴിഞ്ഞ മാസം ഷഹനാസ് മുങ്ങിയത്. മണികണ്ഠന്റെ പരാതിയെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിൽ വന്നതിനെ തുടർന്ന് ആദ്യം വെല്ലൂരിലും തുടർന്ന് ആന്ധ്രയിലും ഒളിവിൽ കഴിഞ്ഞ ഷഹനാസിനെ ബാംഗ്ലൂരിൽ നിന്നാണ് തമിഴ്നാട് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഷഹനാസിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടതിന് പിന്നാലെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ താൻ 5 പേരെ മാത്രമേ വിവാഹം ചെയ്തുള്ളൂവെന്നാണ് ഷഹനാസ് പോലീസിന് നൽകിയ മൊഴി. ഇത് പോലീസ് മുഖവിലേക്കെടുത്തിട്ടില്ല. പരാതിക്കാരായ യുവാക്കൾ നൽകിയ വിവാഹ ഫോട്ടോകളിലെ വധു ഷഹനാസാണെന്ന് നേരത്തെ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. അറസ്റ്റിനു ശേഷം നടത്തിയ വൈദ്യപരിശോധനയിൽ ഷഹനാസ് ഗർഭിണിയാണെന്ന് കണ്ടെത്തിയിരുന്നു. തട്ടിപ്പിനിരയായി പരാതി നൽകിയ ചെന്നൈ സ്വദേശി പ്രസന്നൻ എന്ന യുവാവിൽ നിന്നാണ് ഗർഭിണിയായതെന്ന് ഷഹനാസ് പോലീസിനോട് വെളിപ്പെടുത്തിയെങ്കിലും ആരോപണം യുവാവ് നിരാകരിച്ചു. കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാനുള്ള DNA പരിശോധനയ്ക്കും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ അന്വേഷണ സംഘം നാളെ കോടതിയിൽ സമർപ്പിക്കും. തമിഴ്നാട്ടിലെ ശ്രീലങ്കൻ പൌരന്മാർക്ക് നേരെ വീണ്ടും ആക്രമണം. ട്രിച്ചി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന 5 ബസ്സുകളടങ്ങിയ കോൺവോയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. തമിഴ്നാട് സന്ദർശിക്കരുതെന്ന ലങ്കൻ സർക്കാരിന്റെ മുന്നറിയിപ്പ് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. വേളാങ്കണ്ണി ക്രിസ്ത്യൻ ദേവാലയം സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന 184 പേരടങ്ങുന്ന സംഘമാണ് ആക്രമിക്കപ്പെട്ടത്. ഇന്നലെ തഞ്ചാവൂർ ചർച്ച് സന്ദർശിക്കുന്നതിനിടെയും ഇതേ സംഘത്തിനെതിരെ ആക്രമണമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രാലയം പൌരന്മാർക്ക് സന്ദർശനത്തിനെതിരെ വിലക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരളത്തിലെ വിവിധയിടങ്ങളിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തിയിരുന്ന സംഘം കൊച്ചിയിൽ പിടിയിൽ. സംഘത്തിലെ പ്രധാന കണ്ണിയായ എയർ ഹോസ്റ്റസ് മാനേജ്മെന്റ് വിദ്യാർത്ഥി ഉൾപ്പെടെ 5 പേരാണ് പള്ളുരുത്തിയിൽ പോലീസിന്റെ വലയിലായത്. ഇവരിൽ നിന്ന് 41 ആംബ്യൂളുകളും പോലീസ് കണ്ടെത്തി. പെരുമ്പടപ്പ് കഡസ് കോമ്പൗണ്ടിലുള്ള കുറ്റിക്കാടായിരുന്നു ലഹരിമരുന്ന് സംഘത്തിന്റെ താവളം. മയക്കുമരുന്ന് സംഘം എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പള്ളുരുത്തി സബ് ഇൻസ്പെക്ടർ S. രാജേഷിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം പ്രതികളെ പിടികൂടുകയായിരുന്നു. 7 പേരാണ് പോലീസെത്തുമ്പോൾ താവളത്തിൽ ഉണ്ടായിരുന്നത്. 5 പേരെ പിടികൂടുന്നതിനിടെ മറ്റു 3 പേർ കായലിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. പെരുമ്പടപ്പ് കിഴക്കോട്ടുതറ ഫെനിക്സ് നെറ്റോ, ചുള്ളിക്കൽ വീട്ടിൽ ഷെമിൻ, പള്ളുരുകത്തി കോണം വിൽസൺ, പുതുക്കാട് വീട്ടിൽ അഫ്സൽ എന്ന അപ്പു, കാട്ടത്തറ വീട്ടിൽ ഉപ്പി എന്ന ലസുഫിൽ എന്നിവരാണ് പിടിയിലായത്. എറണാകുളത്ത് എയർ ഹോസ്റ്റസ് വിദ്യാർത്ഥി കൂടിയായ ഫെനിക്സ് നെറ്റോയാണ് കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ നിന്ന് ആംബ്യൂളുകൾ കൊച്ചിയിൽ എത്തിക്കുന്നത്. 25 ആംബ്യൂളുകൾ അടങ്ങുന്ന ബാഗിന് 2000 രൂപയാണ് അവിടുത്തെ വില. കൊച്ചിയിലെത്തിച്ച് ഒരു ആംബ്യൂളിന് 400 രൂപ നിരക്കിലാണ് വിറ്റിരുന്നതെന്ന് ഫെനിക്സ് നെറ്റോ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു.
ത്തിന്റെ തന്നെ പ്രത്യേകമാണ്. നമ്മൾ നോക്കിയാൽ കാണാം, പുറത്തുനിന്ന് ഒരാളിനെ നോക്കിയാൽ ഈ സ്ഥലത്ത് ഒരാൾ ഇരിക്കുന്നോ ഒളിച്ചിരിക്കുന്നോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്നതോ പ്രവർത്തിക്കുന്നതൊന്നും കാണാൻ പറ്റില്ല. ഇത് അവര് തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ്. പലപ്പോഴും നമ്മളെ ഇതിനകത്തോട്ട് ആൾക്കാർ കയറുമ്പോൾ തന്നെ പുറത്തുനിന്ന് ആൾക്കാർ വിളിച്ചു പറയാറുണ്ട്, സാർ ഇതിനകത്ത് പിള്ളേർ കയറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വരുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ചു വന്നാലും ഇവർക്ക് കായലെടുത്തായതുകൊണ്ട് അവർ പെട്ടെന്ന് വെള്ളത്തിൽ ചാടി നീന്തി കിഴക്കോട്ടൊക്കെ ചാടി നീന്തി. പിന്നെ നമ്മൾ കൂടുതൽ ട്രൈ ചെയ്യാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മുങ്ങി ചത്തു കഴിഞ്ഞാൽ പിന്നെ പോലീസ് പ്രതിയാകും. അതുകൊണ്ട് നമ്മൾ അതിന് നിൽക്കാറില്ല. അവർ ചാടി പോകുന്നേ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് വന്നപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വളഞ്ഞു വെച്ച് പിടിക്കുകയാണ് ചെയ്തത്. 4 നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വന്ന് ഓടിച്ചിട്ട് പിടിച്ചു. എന്നിട്ട് 3 പേര് വെള്ളത്തിൽ ചാടിപ്പോയി. അവരെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ഈ പിടിച്ചതിൽ 4 പേരില് ഒരാള് സ്റ്റുഡന്റ് ആണ്. അയാള് എയർ ഹോസ്റ്റസ് ട്രെയിനിങ് മാനേജ്മെന്റ് സ്റ്റുഡന്റ് ആണ്. ഏതോ ഒരു സ്ഥാപനത്തിൽ, കുണ്ടന്നൂരുള്ള സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്. അവൻ മൈസൂരിൽ പോയാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. ഏതാണ്ട് ഒരു ബോക്സിന് അവൻ പറഞ്ഞ കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 2000 രൂപയ്ക്ക് പല കൈ പറഞ്ഞിട്ട് അവന്റെ കിട്ടുമെന്നാണ് പറഞ്ഞത്. മെയിൻ ഏജന്റ് ഉണ്ട്, സബ് ഏജന്റ് ഉണ്ട്. അതിന്റെ സബ് ഏജന്റും കഴിഞ്ഞതിന് ശേഷം ഗുണ്ടൽപേട്ട് വെച്ചിട്ടാണ് ഈ സാധനം ഹാൻഡ് ഓവർ ചെയ്യുന്നത്. 2000 രൂപയ്ക്ക് മേടിച്ചിട്ട് ഈ 2000 രൂപയുടെ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ആമ്പിളിന് 350-400 1000 രൂപ വരെ വിലയ്ക്കാണ് ഈ സാധനം ഈ പിള്ളേർക്ക് വിൽക്കുന്നത്. ഇതിപ്പോ പിടിച്ചതില് മുൻ കേസിലുള്ളവരുണ്ട്, ശിക്ഷിക്കപ്പെട്ടവരുണ്ട്. ആലപ്പുഴയും തിരുവനന്തപുരവും ഉൾപ്പെടെ മറ്റ് ജില്ലകളിലും സംഘം ആംബുലുകൾ എത്തിച്ചിരുന്നു. പശ്ചിമ കൊച്ചിയിലെ ഫെനിക്സിന്റെ വിൽപ്പനക്കാരനാണ് സുൽഫിക്കർ. ഫെനിക്സ് ഒഴിച്ച് പിടികൂടിയ 4 പേരും മയക്കുമരുന്നിന് അടിമകളാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി, ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി, ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. നവീനവാദികൾ മതത്തെയും മതഗ്രന്ഥങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നവരാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. VK പടി മശ്രിഖ് ഹസനിയ ജുമാ മസ്ജിദിന്റെ പുതിയ ബ്ലോക്കിന്റെയും പള്ളിയിൽ ആരംഭിക്കുന്ന ദർസിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്ലാം മതത്തിന്റെ തനതായ രൂപം ഇവിടെ നിലനിൽക്കണമെങ്കിൽ പള്ളി ദർസുകൾ നിലനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അബ്ദുറഷീദ് സഖാഫി പത്തപ്പിരിയം മുഖ്യ പ്രഭാഷണം നടത്തി. അരീക്കോട് മജ്മഇന് കീഴിലുള്ള സിദ്ദീഖിയ ദഅവ കോളേജിൽ നിന്നും ദഅവ കോഴ്സ് പൂർത്തിയാക്കിയ 23 യുവ പണ്ഡിതർക്കുള്ള സിദ്ദീഖി സനദ് ദാനവും സുന്നി സംഗമവും ഈ മാസം 8 വൈകിട്ട് 7 മണിക്ക് വിവിധ പരിപാടികളോടെ നടക്കും. അരീക്കോട് താഴത്തങ്ങാടി മജ്മ ക്യാമ്പസിലെ തരുവണ ഉസ്താദ് നഗരിയിൽ നടക്കുന്ന പരിപാടി സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂരിന്റെ അധ്യക്ഷതയിൽ SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. നവവത്സര ദഅവ കോഴ്സ് പൂർത്തിയാക്കിയ പണ്ഡിതർക്കുള്ള സനദ് ദാനവും അനുബന്ധ പ്രഭാഷണവും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, പത്തപ്പിരിയം അബ്ദുറഷീദ് സഖാഫി തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. 25ാം വർഷത്തിലേക്ക് പ്രവേശിച്ച പെരുവയൽ യൂണിറ്റ് SSF 1 വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ നടത്തുന്നു. 2012 ഓഗസ്റ്റ് മുതൽ 2013 ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടി അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപനം നടത്തി. സമസ്ത താലൂക്ക് പ്രസിഡന്റ് M അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന സമിതി തയ്യാറാക്കുന്നതിന് KP ബീരാൻ മുസ്ലിയാർ, KC മൂസ സഖാഫി, സയ്യിദ് ഫാദിൽ ഹാഷിം സഖാഫി തുടങ്ങി നിരവധി പ്രമുഖരെ തിരഞ്ഞെടുത്തു.
മലയമ്മ ഇർഷാദുൽ അനാം സംഘം പുതുതായി നിർമ്മിച്ച CM വലുല്ലാഹി മെമ്മോറിയൽ കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും CM വലുല്ലാഹി ഉറൂസും ഈ മാസം 6, 7, 8 തീയതികളിൽ മലയമ്മയിൽ നടക്കും. ഇതോടനുബന്ധിച്ചുള്ള മതപ്രഭാഷണത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 7 മണിക്ക് ഇസ്മാഹിൽ മിസ്ബാഹി ചെറുമൂത്ത്, നാളെ ലുക്മാനുൽ ഹക്കീം സഖാഫി പുല്ലാര പ്രസംഗിക്കും. ഈ മാസം 6 നടക്കുന്ന പ്രാർത്ഥനാ സംഗമത്തിന് CK മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകും. അൽവി സഖാഫി കായലം ഉദ്ബോധനം നടത്തും. 7 നടക്കുന്ന മദ്രസ കെട്ടിട ഉദ്ഘാടനം സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ നിർവഹിക്കും. PTA റഹീം MLA സംബന്ധിക്കും. 8 CM വലുല്ലാഹി മെമ്മോറിയൽ കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. AP മുഹമ്മദ് മുസ്ലിയാർ, സയ്യിദ് സാലിഹ് തുറാബ് സഖാഫി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. SSF ജില്ലാ സെക്രട്ടേറിയറ്റ് ക്യാമ്പസ് കൾച്ചറൽ സമിതികളുടെ സംയുക്ത യോഗം ഇന്ന് വൈകിട്ട് 5:30 മലപ്പുറം ജില്ലാ ഓഫീസിൽ ചേരും. മുഴുവൻ അംഗങ്ങളും കൃത്യസമയത്ത് എത്തണമെന്ന് ജനറൽ സെക്രട്ടറി CK ഷക്കീർ അറിയിച്ചു. SSF സാഹിത്യോത്സവ വിശേഷങ്ങൾ. തിങ്കിടും തികസകത്താനം ചൊങ്കാര തരുണിമാർ പൊന്തലമൊത്ത് കളിയാടും ചന്ത തികവുടെ സൂനം വശിതാനം. SSF നാദാപുരം സെക്ടർ സാഹിത്യോത്സവിന്റെ ഭാഗമായി സാഹിത്യം സമൂഹ നന്മക്ക് എന്ന വിഷയത്തിൽ ഈങ്ങങ്കോട് വെച്ച് നടന്ന സാംസ്കാരിക സംഗമം SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിം സഖാഫി കുമ്മോലിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിക്ക് വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് A സജീവൻ, റസാഖ് CH തുടങ്ങി പ്രമുഖർ ആശംസ നേർന്നു. SSF നരകശ്ശേരി യൂണിറ്റ് സാഹിത്യോത്സവ നൌഫൽ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ലുക്കുമാൻ മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ ഹൈദരലി PT അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ 50ഓളം ഇനങ്ങളിൽ 100ഓളം പ്രതിഭകൾ മാറ്റുരച്ചു. SSF താമരശ്ശേരി സെക്ടർ സാഹിത്യോത്സവ സമാപിച്ചു. കോരങ്ങാട് നടന്ന സാഹിത്യോത്സവിൽ അണ്ടോണി യൂണിറ്റ് ജേതാക്കളായി. KMIC വാർത്തകൾ. KMIC ജിദ്ദ സോൺ പ്രധാന മീറ്റിംഗ് അടുത്ത വ്യാഴാഴ്ച രാത്രി 10 മണിക്ക് ജിദ്ദ ഷർഫിയയിൽ വെച്ച് നടക്കും. KMIC പ്രവർത്തകരും അനുഭാവികളും പങ്കെടുക്കണമെന്ന് സെക്രട്ടറി അലി AR നഗർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ സർവീസിൽ സ്ഥാനക്കയറ്റത്തിന് സംവരണം. കൽക്കരിപ്പാടം അഴിമതി CBI കേസെടുത്തു. എമർജിംഗ് കേരളയിലെ വിവാദ പദ്ധതികൾ ഒഴിവാക്കും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷണം തുടരാൻ പ്രത്യേക അന്വേഷണ സംഘം. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.